പാളയത്ത് ഹാൻഡ് റെയിൽ നിർമ്മാണം പ്രതിഷേധവുമായി എത്തിയ പുസ്തക വ്യാപാരികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി നന്ദാവനം റോഡിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള റോഡ് ഫണ്ട് ബോർഡിന്റെ ഹാൻഡ് റെയിൽ നിർമ്മാണം വഴിയിടാതെയാണ് നിർമ്മിക്കുന്നതെന്ന് ആരോപിച്ച് പുസ്തക വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തി. തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി നന്ദാവനം റോഡിലാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള റോഡ് ഫണ്ട് ബോർഡിന്റെ ഹാൻഡ് റെയിൽ നിർമ്മാണം. പബ്ലിക് ലൈബ്രറിയുടെ മുന്നിലും ബിഷപ്പ് പെരേര ഹാളിന് മുന്നിലും മാത്രമാണ് വഴിയിടുന്നതെന്നും ഇത് തങ്ങളുടെ പുസ്തക വിൽപ്പനയെ സാരമായി ബാധിക്കുമെന്നും 2 കടകൾ ഇടവിട്ട് വഴിയിടണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നിർദ്ദേശം റോഡ് ഫണ്ട് ബോർഡ് അംഗീകരിക്കാത്തതിനെ തുടർന്ന് വ്യാപാരികൾ പ്രതിഷേധം ശക്തമാക്കി. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പുസ്തക വ്യാപാരികളെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തു നീക്കി. മന്ത്രിയെ കണ്ടിരുന്നു, ശിവൻകുട്ടിയെ കണ്ടിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങളുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് അശോക് കുമാർ സാറിനോട് ചാർജ് ചെയ്യേണ്ടത് പറഞ്ഞതാണ്. അവരുമായിട്ടൊന്ന് ആലോചിച്ച് അത് പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ വീണ്ടും ഒരു സുപ്രഭാതി വന്ന് ഇങ്ങനെ ഒന്ന് പണിയാൻ തീരുമാനിക്കേണ്ടത്. അത് നമ്മൾ ആലോചിക്കുന്നത്. എല്ലാവരും വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാവങ്ങളാണ്. എല്ലാം വാടക വീടുകളിലും മറ്റും കഴിയുന്ന പാവങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടപെടുന്നത്. ഇത് മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ മണ്ഡലത്തിലുള്ള നിയമം. ഇതിനൊരു ന്യായമായ പരിഹാരം ഉണ്ടാക്കുന്നത് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ ഒരു വിഷയത്തിനും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പോലീസിനെ ഏറെ ബഹുമാനിക്കുകയും ചെയ്യും. ഈ അശോക് കുമാർ എന്നുള്ള സാർ ഇവിടെ വന്നാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സത്യസന്ധമായി സംസാരിക്കാം. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നിർദ്ദേശം. ഇവിടെ 33 കച്ചവടക്കാരുണ്ട്. ഈ കച്ചവടം ചെയ്ത് ഒരേ പുസ്തകങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഡിജിറ്റൽ എൻട്രൻസ് ഇട്ടാൽ കച്ചവടക്കാർ പലരെയും വഴിയാധാരവും. അതുകൊണ്ടാണ് ഈ പ്രതിഷേധവും ഈ പറയുന്ന ആളുകളുടെ രോഷവും. അത് മാനിക്കലിക്ക് വേണ്ടി ഇവർ തയ്യാറാവണം. പലരും ബന്ധപ്പെട്ടതാണ്. ഇത് എക്സിക്യൂട്ടീവിനോട് സംസാരിച്ചു. പക്ഷേ ഇവരൊന്നും അത് വഴങ്ങാതെ തൊഴിലാളികളല്ല വിഷയം. വികസനം നമ്മൾ തടസ്സമല്ല, വികസനമായിക്കൊണ്ട് പോട്ടെ. പക്ഷേ ആളുകളെ ബുദ്ധിമുട്ടിക്കുള്ള വികസനത്തെ സംബന്ധിച്ചോളം ആരും അംഗീകരിക്കുന്നത്? ആളുകളെ ബുദ്ധിമുട്ടിക്കുള്ള വികസനത്തിന് ആരും അംഗീകരിക്കപ്പെടുന്നില്ല.
മാത്രമല്ല